ഇറാൻ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം സിറിയയിൽ ഇസ്രായേൽ നടത്തിയ സ്ഫോടന പരമ്പരയുമായിട്ട് ബന്ധപ്പെട്ടാണ് തീർച്ചയായിട്ടും ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഇസ്രായേലിന് കൈമാറിയത്. ഇതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം മുൻപുണ്ടായിരുന്നു എന്നുള്ളതും അതിന്റെ ഒരു തുടർച്ചയായ രീതിയിലാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത എന്ന തരത്തിലുമുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്നത്. 2020 ജനുവരി 3 ഉദാഹരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്ക സംസാരിക്കുന്നത്. ബാഗ്ദാദ് എയർപോർട്ടിൽ നിന്ന് ഇറാനിലേക്ക് വരുന്ന വഴിയാണ് ഇറാന്റെ സമുന്നത കമാൻഡറായിരുന്ന കാസിം സുലൈമാനിയെ ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് സ്ഫോടനം നടത്തി കൊലപ്പെടുത്തിയത്. അത് കൃത്യമായ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണമായിരുന്നു എന്നുള്ളതും അത് മരണപ്പെട്ടതിനോടനുബന്ധിച്ച് തന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അഭിമാനത്തോടുകൂടി തങ്ങൾ കാസിം സുലൈമാനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതും വല്ലാത്ത രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കിയൊരു സംഗതിയായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ അതിനോടനുബന്ധിച്ച് അവരുടെ റവല്യൂഷണറി കമാൻഡർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരും മുഴുവനും ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള രാജ്യത്തിനേറ്റിരിക്കുന്ന ആഘാതത്തിന് തിരിച്ചടി നൽകണം എന്ന് അഭിപ്രായപ്പെടുക തന്നെ ചെയ്തു. വല്ലാതൊന്നും വൈകാത്ത രീതിയിൽ ഇറാന്റെ പാർലമെന്റിന് മുൻപാകെ ചുവന്ന കൊടി ഉയരുകയും ചെയ്തു. അത് അക്രമത്തിന് വേണ്ടി അല്ലെ യുദ്ധത്തിന് വേണ്ടി ഇറാൻ തയ്യാറാകുന്നു എന്നതിന്റെ മുന്നറിയിപ്പായിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ അങ്ങനെ ഒരു പതാക ഉയർന്നു പൊന്തുന്നത്. അതിനോടനുബന്ധിച്ച് 62 പ്രാവശ്യമെങ്കിലും ഇറാഖിലുള്ള അമേരിക്കയുടെ മിലിറ്ററി ക്യാമ്പിലേക്ക് തുരുതുര ഇറാൻ മിസൈൽ പതിപ്പിക്കുകയും വലിയ രീതിയിലുള്ള ആൾനാശവും വലിയ രീതിയിലുള്ള സൈനിക നഷ്ടവും അവിടെ ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ പകരത്തിന് പകരമായ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇറാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ആ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക പറഞ്ഞ കാര്യങ്ങൾ ഇത് കൃത്യമാണ്. വിദേശകാര്യ വകുപ്പ് തന്നെ, ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി തന്നെ കൃത്യമായ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് തങ്ങളുടെ സൈനിക കമാൻഡർ തന്നെയാണ് നഷ്ടപ്പെട്ടത്. സിറിയയെ സംബന്ധിച്ചിടത്തോളം യുദ്ധഭൂമിയിലില്ലാത്ത ഒരു ദേശത്തേക്ക് ഇസ്രായേൽ കടന്നുകയറ്റം നടത്തിക്കൊണ്ടാണ് ഈ അക്രമം നടത്തിയത്. തങ്ങളെ കൃത്യമായ രീതിയിൽ ടാർഗറ്റ് ചെയ്തും ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ എംബസിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമിച്ചത്. തങ്ങളുടെ കമാൻഡർ അതിൽ മരണപ്പെട്ടിരിക്കുന്നു. 11ഓളം ആളുകൾ മരണപ്പെട്ടതിൽ കൂടുതൽ പേരും ഇറാനികൾ തന്നെയാണ്, മറ്റുള്ള സ്വദേശികളാണ്. ഇതിനൊരു തിരിച്ചടി തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഏത് തരത്തിലാണ് എങ്ങനെയാണ് എന്നത് മാത്രമാണ് പറയാൻ ബാക്കിയുള്ളത്. അതിന്റെ തുടർച്ചയായ രീതിയിലാണ് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. ഈ മുന്നറിയിപ്പ് ഇസ്രായേൽ കൃത്യമായ രീതിയിൽ എടുക്കുകയും അതോടനുബന്ധിച്ച് അവരെ സൈനികരെ ഏകോപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ആരംഭിക്കുകയും ചെയ്ത റിപ്പോർട്ടും പുറത്തു വന്നു. റിസർവ് സൈനികരോടാണ് സജീവമായി നിൽക്കാനും ഒരു ശക്തമായിരിക്കുന്ന ശത്രുവിന്റെ ആക്രമണം തങ്ങളുടെ രാജ്യത്തേക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ നിങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തണമെന്നും എല്ലാ നിങ്ങളുടെ അവധി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും റദ്ദാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് പറഞ്ഞിരിക്കുന്നത്. സൈനികരെ സംബന്ധിച്ചിടത്തോളം 3.5 ലക്ഷം സൈനികരാണ് റിസർവ് സൈനികരായിട്ട് ഇസ്രായേൽ ഉള്ളത്. പെർമനന്റ് സൈനികരായിട്ട് 1.5 ലക്ഷവും റിസർവായിട്ട് 3 ലക്ഷം, അങ്ങനെ 5 ലക്ഷം സൈനികരെയാണ് ഇസ്രായേൽ ഗവൺമെന്റിന്റെ പിന്നിലായിട്ട് ഉള്ളത് എന്നുള്ള റിപ്പോർട്ട് യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ ഇതിൽ പെർമനന്റ് ആയിരിക്കുന്ന സ്ഥിരമായിരിക്കുന്ന സൈനികരും റിസർവ് സൈനികരും നല്ലൊരു ശതമാനം യുദ്ധത്തിനോട് താല്പര്യമില്ലെന്നും സൈനികമായിട്ട് ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഗവൺമെന്റിന് തന്നെ കത്ത് നൽകിയിരിക്കുന്ന ഒരു വിവരങ്ങളും വലിയ രീതിയിൽ ഇസ്രായേലിലൊക്കെ ചർച്ചയായതാണ്. സാധാരണഗതിയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ചരിത്രപരമായ രീതിയിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യമാണ് സൈനികരായിരിക്കുന്ന ആളുകൾ യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് സേവനം ചെയ്യാനോ താല്പര്യമില്ല എന്ന് തുറന്നു പറയുന്ന ഒരു സംഭവം ഉള്ളത്. അവരൊക്കെ അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ യുദ്ധവും യുദ്ധത്തോടനുബന്ധിച്ചുള്ള പ്രവൃത്തികളും ദേശ സംരക്ഷണവുമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം ഈ മതവുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കാറുള്ളത്. എന്നാൽ ഫലസ്തീനിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവർ വിശ്വാസത്തിനേക്കാൾ താല്പര്യം ഇപ്പൊ ജീവനായിരിക്കുന്നു, അവർക്ക് ജീവിക്കാൻ ആഗ്രഹവും മോഹവുമുള്ളവരാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ജീവിതത്തോട് ആർത്തിയുള്ളവരും മരിക്കാൻ ഭയമുള്ളവരുമാണ് ജൂതന്മാർ എന്നുള്ള വേദഗ്രന്ഥത്തിൽ തന്നെ പരാമർശിച്ചതാണ്.
അപ്പൊ അതോടനുബന്ധിച്ച് തന്നെ ഈ റിസർവ് സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ പറയുന്നതിൽ നല്ലൊരു ഭാഗം തങ്ങൾക്ക് യുദ്ധത്തിന് താല്പര്യമില്ല, ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കണം, തങ്ങൾ പ്രൈവറ്റ് കമ്പനിയിലോ അതല്ലാത്ത രീതിയിലോ സ്വയം തൊഴിൽ എടുത്തോ ജീവിച്ചോളാം എന്ന് പറയുന്നവരാണ്. അത് വല്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തലവേദനയാണ്. മാത്രമല്ല യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗസയുടെ അകത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈനികരിൽ നല്ലൊരു ഭാഗവും തങ്ങൾക്ക് ഈ യുദ്ധത്തോട് തുടരാൻ താല്പര്യമില്ലെന്ന് ജോലിയിൽ നിന്ന് തങ്ങളെ പിരിച്ചുവിടണമെന്ന് അഭ്യർത്ഥിച്ചവരാണ്. ചെറിയ പരിക്കെങ്കിലും പറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇസ്രായേൽ സൈനികർ എന്നുള്ളതാണ്. പരിക്കേറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരും, ചികിത്സയ്ക്ക് വേണ്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ റിസൈൻ ചെയ്ത് കൊടുക്കും. അത് പിന്നീട് യുദ്ധത്തിന് വരാൻ താല്പര്യം കാണിക്കാതിരിക്കും. അങ്ങനെ താല്പര്യം കാണിക്കാത്തവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന സംഭവം, ജയിലടക്കുന്ന സംഭവങ്ങളൊക്കെ ഇസ്രായേലിന് റിപ്പോർട്ട് ചെയ്തതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ കടുത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് മലേഷ്യ വിഭാഗത്തെ വെച്ചിട്ടാണോ ഇറാന്റെ സൈന്യം തന്നെ നേരിട്ടാണോ എന്നതിനെ കുറിച്ചുള്ള വിവരമൊന്നുമില്ല. ഏതായിരുന്നാലും തീർച്ചയായിട്ടും അക്രമം ഉണ്ടാവും, ഈ യുദ്ധമുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ സജീവമാകുന്നു. അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെ ശക്തമാക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധ ഡിപ്പാർട്ട്മെന്റിനോട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ അവിടുത്തെ ജനങ്ങൾ ഇസ്രായേലിനോട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെന്റിനോട് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി ഇസ്രായേൽ ഗവൺമെന്റിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകപരമായിരിക്കുന്ന ഒരു വിഭാഗത്തെ നിർമ്മിച്ചുകൊണ്ട്, അതായത് ഗവൺമെന്റ് തലത്തിലല്ലാത്ത ഗവൺമെന്റ് ഉദ്യോഗ തലത്തിലുള്ള ആളുകളോ അല്ലെ പൊതുരംഗത്തുള്ള ആളുകളെയോ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ഗവൺമെന്റ് പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയെന്ന് പറയാൻ ജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള വേദി ഉണ്ടാക്കുന്നു എന്നാണ്. അത് ഗവൺമെന്റ് പ്രതിനിധിയാകുന്ന സമയത്ത് ജനങ്ങൾ അത് അംഗീകരിക്കാത്തത് കൊണ്ട് ജനങ്ങളല്ലാത്തവര് പൊതുസമ്മതരായിരിക്കുന്ന ആളുകളെ വെച്ചുകൊണ്ടൊക്കെയാണ് ഈ സംവിധാനം. എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ ജനങ്ങൾ പ്രക്ഷോഭവും സമരത്തിനപ്പുറം അവര് ഈ അക്രമകാരികളായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഏറ്റുമുട്ടാൻ വേണ്ടി സൈനികരായും പോലീസുകാരുമായിട്ടും ഏറ്റുമുട്ടാൻ വേണ്ടി തയ്യാറാവുന്ന രീതിയിലുള്ള സ്വഭാവ രീതിയിലേക്ക് ഇസ്രായേലിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ സമരം സമാധാനപരമായിരിക്കുന്ന സമര രീതിയല്ല, അക്രമപരമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്നതാണ്. രാജ്യത്തിന്റെ അകത്തും പ്രശ്നം, രാജ്യത്തിന്റെ പുറത്തും പ്രശ്നം, അന്താരാഷ്ട്ര വേദിയിലും പ്രശ്നം. ആ രീതിയിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. അതിന്റെ ഇടയിലാണ് മണ്ടത്തരപരമായിരിക്കുന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് സിറിയയിൽ പോയിട്ട് അവർ അക്രമം നടത്തി. അതും ആക്രമിച്ചത് ഇറാന്റെ എംബസിയാണ്. ഇറാന്റെ എംബസി ആക്രമിച്ചതിന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും രേഖപ്പെടുത്തിയത്. അതിനപ്പുറമായ രീതിയിൽ UN സഭ തന്നെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട്, അത് യുദ്ധത്തിലില്ലാത്ത സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് അതിർത്തി കടന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ കോൺസുലേറ്റോ എംബസിയോ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് യുദ്ധനീതിക്ക് നിരക്കാത്തതാണ്. അതൊരു യുദ്ധ പ്രഖ്യാപനമാണ് എന്ന തരത്തിലാണ് അതിനൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇറാന്റെ നിലപാടിനോട് അനുകൂലമായ രീതിയിലും ഹമാസിന്റെ നിലപാടിനോട് അനുകൂലമായ രീതിയിലും ലോകം മുഴുവനും ഏകോപിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പൊ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിഷയങ്ങൾ മാറിയിരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇറാൻ എന്താണെങ്കിലും 2010 ജനുവരി 3 അവൾ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ സാഹചര്യങ്ങൾ എങ്ങനെയാണോ ആ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതും ഇതിന് സമാനമായിരിക്കുന്ന ഒരു തിരിച്ചടികൾ തീർച്ചയായിട്ടും ഇസ്രായേലിന് ഉണ്ടാകും എന്ന് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇസ്രായേലിന് ബോധ്യപ്പെട്ടിരിക്കുന്നു, ലോകത്താകമാനം ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഭയപ്പാടിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് എന്ന് വ്യത്യസ്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്.